എല്ലാവർക്കും മാസ്റ്റർ പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഏറ്റവും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയൊരു മേശപ്പൂ ഉണ്ട് കേട്ടോ, 2 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കത്തിക്കാനല്ലേ കട്ട് ചെയ്യാൻ പോവാണ്, വാട്സ് ഇൻസൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് വിഷു ദിനമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതേപോലുള്ള ഒരു എപ്പിസോഡ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതിന് എത്ര വില എന്ന് വെച്ചാൽ ഒന്നിന് ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും വലുതാണ് 190 രൂപ ഒന്നിന് വില വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു വാട്സ് ഇൻസൈഡ് ചെയ്യാൻ കാരണം നമ്മൾ എന്ത് ചെയ്ത് നമ്മളിപ്പോൾ സാധാരണ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടു, വിഷുവിൻ്റെ ഒരുപാട് ആഘോഷങ്ങൾ. പക്ഷേ നമുക്കുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കാതെ, കാരണം അങ്ങനെയാണല്ലോ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്രയും ഇപ്പോൾ നമ്മളൊരു ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു 2 ആളെ ഹൈറ്റിലൊക്കെ പൊങ്ങുമല്ലോ. അപ്പോൾ അതിനുള്ളിൽ എങ്ങനെയാണ് ആ മരുന്നും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഇതുപോലെ മേശപ്പൂവും അതുപോലെ തന്നെ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച ദിവസം ആയതുകൊണ്ട് തന്നെ ആരിതിനുള്ളിൽ എന്താണെന്ന് നോക്കിയിട്ടുണ്ടാവില്ല, അത് നമുക്ക് നോക്കാൻ പോയാട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കൂടുതലായിട്ടും പറഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഉണ്ട്. ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഒന്ന് മാറ്റി വെക്കാം അല്ലേ. ഇത് നമുക്ക് വീഡിയോയുടെ അവസാനം ഒരു കളറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കത്തിച്ച് വെക്കാം. ഒന്ന് മാത്രം പൊട്ടിച്ചാൽ മതി. ഓക്കെ, ഇതിൻ്റെ ഒരു അടിഭാഗം ഇങ്ങനെയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഏതോ ഒരു റോയൽ എന്താന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഏതൊരു കമ്പനിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കവർ വെച്ചാലോ. 190 രൂപ ഒന്നുമില്ല, ഇത് വെറുതെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ അല്ലേ, ഒരു മുകളിലൊരു കോട്ടിങ് അത്രേ ഉള്ളൂ കേട്ടോ. ഇതില്ലെങ്കിലും കത്തും. കമ്പനീൻ്റെ പരസ്യം നമ്മൾ ഒഴിവാക്കി. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഇതുപോലത്തെ ഒരു പേപ്പർ. പിന്നെ മുകളിൽ അതിൻ്റെ തിരിയായിട്ട് ഒരു വർണ്ണക്കടലാസ് വെച്ചിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി നോക്കാം. 190 രൂപ അല്ലേ. അപ്പോൾ ഇതാണ് തിരി. ഒരു എന്താ കാർബൺ കോണ് കവറാണ്. പിന്നെ ഒരു പേപ്പർ, ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു പേപ്പറിൻ്റെ ഇത്. ഈ ഒരു ഭാഗം അത്ര കേട്ടോ, അതായത് ഇങ്ങനെ അടച്ചു വെച്ചതാണ്, ഒന്നുമില്ല, ഇതിൻ്റെ ഉള്ളിൽ കാലിയാണ്. ഓക്കെ, ജസ്റ്റ് ഇനി നമുക്ക് ഇത് കഴിച്ചു നോക്കാം അല്ലേ. ഇതെന്ത് സംഭവം, നല്ല കട്ടിയുള്ള സംഭവമാണല്ലോ. അതായത് വെയിറ്റിന് വേണ്ടിയിട്ട് എന്തോ ഒരു സാധനമാണ്, മണ്ണോണ്ട് ഇങ്ങനെ തേച്ച് വെച്ചവരുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കോണ് കഴിച്ചു നോക്കണം. കത്തിയുടെ നല്ല ഇതാട്ടോ, ടെമ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ലെയറില്ലേ, അതായത് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ പേപ്പർ കളഞ്ഞു, പിന്നെ നമ്മൾ നല്ല കട്ടിയുള്ളൊരു പേപ്പറിൻ്റെ ഇതിട്ട്. ഇത് കഴിയുമ്പം നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഉള്ളത്, അതായത് അതാ കട്ടി. ഇതാണ് സംഭവം. അതായത് ഈ എന്താ പറയുക, ഇതിൻ്റെ ഇങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ പോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ചുണ്ട്, അതേപോലെ ഇതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഒരു പേപ്പറിൻ്റെ ഒരു പീസും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് മരുന്ന് കേട്ടോ, അതിൻ്റെ മരുന്ന് ഇതാണ്. നമുക്ക് കത്തിച്ച് നോക്കാം. പിന്നെ എന്തായാലും നോക്കാം, ജസ്റ്റ് ഒന്ന് കാണല്ലോ. എന്താ പറയാ, ഇതേപോലെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടല്ലോ ഇതിനുള്ളിൽ കട്ടിക്കാൻ വേണ്ടി. ഫുള്ള് മരുന്നാട്ടോ. അപ്പോൾ 2 ലെയറായിട്ട് കാണാം. അതായത് ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ഒരു ലെയർ കാണാം, അതിനുശേഷം രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ, അതിനുശേഷം ഇത്രയും ഭാഗത്ത് മരുന്ന്, ഇതിൻ്റെ ഉള്ളിലും മരുന്ന്, പിന്നെ അതിൻ്റെ എൻഡ് ഗ്യാപ്പായിട്ട് താഴെ ഇങ്ങനെ. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ രണ്ടാമത്തെ ഈ സംഭവം അല്ലേ, ഇത് ഇത്രയും കട്ടിക്ക് ഇത് കൊടുക്കാൻ കാരണം ഇത് എക്സ്പ്ലോഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടി, അത് പുറത്തേക്ക് പൊട്ടിത്തെറിക്കും. അതുപോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ചട്ട പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതെ, അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും മരുന്നുള്ളൂ, കൂടുതൽ മരുന്നൊന്നുമില്ല. ഈ മരുന്നിനെ ഇത്രയും ടൈറ്റ് ആക്കിയിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് എൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു ഗ്യാപ്പ് ഇതിലൂടെ മാത്രം പുറത്തേക്ക് തള്ളുക. അപ്പോൾ അത്രയും പവറിൽ മുകളിലേക്ക് പോകും. ഇതേപോലെ കത്തിച്ച് നോക്കാം, പ്രഷർ കൊണ്ടാണ് ഇത് പോയത്. നീ സാധാരണ ഇതേപോലെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് നോക്കാം, കുറച്ച് ക്യാമറ ബാക്കിൽ വെക്കാം. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ പണ്ട് ചെയ്ത പോലെ തന്നെ കത്തിക്കാൻ പോവാണ്. ഓക്കെ, ഓടിക്കോട്ടോ. ഇപ്പോൾ തന്നെ കത്തിച്ചാതെ കത്തിക്കാതെ ഓടിക്കോ. മിക്കവാറും അടുത്ത കൊല്ലത്തിനൊരു പുതിയൊരു കോമഡി കാണാം. കുറച്ച് വിട്ടുന്ന് കൊടുക്കേ, അപകടം നോക്കാം. ഓക്കെ, അപകടം നോക്കുക. അത് തുടങ്ങാട്ടോ. തുടങ്ങിക്കോ. റെഡി, 1 2 3 അതല്ലേ. ഓക്കെ,
ഒരു മണമൊക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ ചൂടാ. എനിക്കറിയില്ല, വീഡിയോ നോക്കേണ്ടി അറിയോ? അല്ലോ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ പരിപാടി ഒന്നും ആരും എടുക്കരുതെന്ന് വളരെ വിനീതമായിട്ട് പറയുകയാണ്. അപ്പൊ ഒരു യുദ്ധ അന്തരീക്ഷം കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല. പുകയും നല്ല പുകയുണ്ട്. ഓക്കെ, അപ്പം ആരും ഇതൊന്ന് ട്രൈ ചെയ്യണ്ട കേട്ടോ, വെറുതെ നമ്മൾ നോക്കിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ അങ്ങോട്ട് എന്താ പാളി കത്തിയല്ലോ, എക്സ്പോഷൻ നടന്നുകൊണ്ട്. നല്ലത് സാധാരണ 190 ഇത് ഇത്രയും പിടിച്ചതിൻ്റെ ഇടയിൽ മാറി ഓടിയൊന്നല്ലേ. ഇത് സാധാരണ 190 നമ്മുടെ എന്താ പറയാ, ഇതിന്റെ പേര് മറക്കാനുള്ള ഇതിന്റെ മേശപ്പൂ, അതായത് ടേബിൾ ഫ്ലവർ. അല്ല, മേശപ്പൂവിന്റെ നേരെ ഇതാക്കിയത്. അയ്യാ ഫയർ വർക്സ് ഫാക്ടറി ലിമിറ്റഡ്. അപ്പൊ കത്തിക്കാൻ പോയാണ്. കത്തിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു പൂത്തിരി എടുത്തിട്ട് കത്തിക്കാൻ പോവാണ്. അവിടെ മണ്ണിന്റെ ഉള്ളിൽ. ഓക്കെ, ഇതിലാ ഇവിടെ കല്ല് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു മേശപ്പൂ കത്തിക്കുന്ന സിസ്റ്റം ഒക്കെ അറിയാമല്ലോ അല്ലേ? അതായത് നല്ല സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ തീ കൊടുത്ത് പോയും നമ്മളെ ബാക്കിൽ അത് പ്രശ്നമാവും. ഓക്കെ, മറ്റേത് നമ്മളെ ബാക്ക് സൈഡ് പോട്ടോ. അതുകൊണ്ട് കറക്റ്റായിട്ട് വീയാത്ത രീതിയിൽ വെക്കുക. ഇതിന് ശേഷം നമ്മളൊരു നല്ല ഹീറ്റ് ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ട്, അത് മാത്രമല്ല സേഫും കൂടിയാണ് ഒരു ഇതുപോലത്തെ ഒരു പൂത്തിരി എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളിത് കത്തിക്കാൻ പോവാണ്. ജസ്റ്റ് നമ്മളൊരു പൂത്തിരി കത്തിക്കുക. ബർക്കണ് വാഞ്ഞോളൂ. അടിപൊളി അടിപൊളി. ആ റഹ്മാനെ, 4-5 തേങ്ങ പോയതുണ്ടോ? മറന്നോ? അതിന് അർത്ഥമില്ല. 190 രൂപ റെക്കോർഡ് ചെയ്യാൻ മറന്ന വകയ്ക്ക്. ഓക്കെ, തന്നെ പേടിയട്ടെ ഇങ്ങനത്തെ കാര്യം കളിച്ചുമ്പോൾ. മൊബൈല്, ക്യാമറ, എല്ലാ സാധനവും പോകും ചിലപ്പോൾ. ഏതായാലും പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളി. അപ്പം ഞാൻ നേരത്തെ 2 ആളായിട്ട് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു തേങ്ങ ഒക്കെ കത്തിങ്ങോട്ട് പോകുന്നില്ല. അടിപൊളി സംഭവം. കത്തിട്ടില്ല, അവിടെ പോയില്ല, അവിടെ എത്തും. ഓക്കെ, അപ്പോൾ 4 ആളെ ഹൈറ്റ്, 4-5 ആളെ ഹൈറ്റ് അല്ലേ? ഒരു തെങ്ങിൻ്റെ ഹൈറ്റ്. അപ്പോൾ അതായിട്ട് ഏറ്റവും വലുത് നമ്മളവിടെ കിട്ടുന്നത്. അപ്പോൾ ഇനി കൂടുതലാണെന്ന് പറയാനല്ലോ, ഔട്ട്ഡോർ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇതിലും വലുത് നിങ്ങളെ നാട്ടിൽ കിട്ടുന്നെങ്കിൽ അതും കമന്റ് ചെയ്യാം. അതെ, അതാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും ടോപ്പ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്തത് മേശപ്പൂ എടുത്തു, അതിനുശേഷം ഒന്ന് കത്തിച്ചു, അതുപോലെ തന്നെ ഒന്ന് എങ്ങനെയാണത് കത്തുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൊളിച്ച് കട്ട് ചെയ്ത് നോക്കി. അതായത് അതിനുള്ളിൽ അതിന് മാത്രം കൂടുതലായിട്ട് മരുന്നൊന്നുമില്ല കേട്ടോ. ആ മരുന്നിൻ്റെ പവറും അതുപോലെ തന്നെ ആ സെറ്റ് ചെയ്ത രീതിയും, അതുകൊണ്ടാണ് അത്രയും പവറിലായിട്ട് അതിന് മുകളിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അത് രാത്രി കത്തിച്ച് തരണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം, ഇന്നത്തെ വീഡിയോ തന്നെ ആയതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ കാരണം. പിന്നെ രാത്രിയൊക്കെ കാത്തിരിക്കുമ്പോൾ അല്ലേ, ഇപ്പോൾ തന്നെ ഇറക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ രാത്രി ചെയ്തിട്ടില്ല. ഏതായാലും മേശപ്പൂ പിന്നെയും രാവിലെ കത്തിച്ചാലും കുറച്ചൊക്കെ കാണുന്ന ഒരു ഇതാട്ടോ. അതായത് സാധാ ഇപ്പം മുകളിലേക്ക് പോയി പൊട്ടുന്നൊക്കെ ആണെങ്കിൽ അത്രയും കാണുമല്ലോ, പക്ഷേ ഇത് പിന്നെയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, അതുപോലെ തന്നെ ഇന്നത്തെ വിഷുവിനെ കുറിച്ചുള്ള എന്താ പറയുക കമൻറ്റുകളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. കുറേ ആളുകൾക്കൊക്കെ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പല ഫണ്ണി ആയിട്ടുള്ള വീഡിയോയും ഡേഞ്ചർ ആയിട്ടുള്ള വീഡിയോ ഒക്കെ കാണാറുണ്ട്. ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലേക്ക് കേട്ടോ. അതുപോലെ തന്നെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.